ഹായ്, ഉത്തരാടായിട്ട് എല്ലാവരും എന്താ പരിപാടി? ഞാൻ ഇപ്പം പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പച്ചക്കറിയെല്ലാം ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ ഇല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നു. അത്ര അല്ലാതെ ഞാൻ വലിയ സംഭവമായിട്ടൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ ഒരുപാടൊന്ന് വെച്ച് ചെയ്യാനൊന്നും തീരുമാനിച്ചിട്ടില്ല ഈ പ്രാവശ്യം. എല്ലാ പ്രാവശ്യം വെക്കുമ്പോൾ ഒരുപാട് അധികമായിട്ട് എന്താ പറയുന്നത്, 2-3 ദിവസം വെച്ച് ചെയ്യേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വെച്ചുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ അത്തപ്പൂ ഇടാനും കൊണ്ട് പൂ മേടിച്ചുകൊണ്ട് വന്നു. 4 കളർ മേടിച്ചു. അതിൽ 4 കളറിനുള്ള അത്തപ്പൂ ഇട്ടാൽ മതി. എല്ലാം അര കിലോ വീതം മേടിച്ചു. വലിയ സംഭവമായിട്ടൊന്നും ഇല്ല. എന്നാൽ കൂടി ഓണത്തിന് ഒരു അത്തപ്പൂ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പൂക്കൾ മേടിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു, പിന്നെ കുറച്ച് നാടൻ സാധനങ്ങൾ വാങ്ങിച്ചു. അതിന് ഭയങ്കര വില കേട്ടോ. ഭയങ്കര വിലയെന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് വിലക്കുറവില്ല. ഇഞ്ചി മുതൽ ഏത്തയ്ക്ക മുതൽ ചേന മുതൽ എല്ലാ സാധനത്തിനും ഭയങ്കര വിലയാണ്. അങ്ങനെ അവിയലിന് വേണ്ടുന്ന കുറച്ച് കഷ്ണങ്ങളൊക്കെ മേടിച്ചു. പിന്നെ തേങ്ങ മേടിച്ചു, പപ്പടം മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, പിന്നെ കുമ്പളങ്ങ, പയറ്, അങ്ങനെ എല്ലാം കൂടെ ഒക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ തക്കാളി. എനിക്ക് അതിനെക്കാട്ടിലൊക്കെ വെളിച്ചെണ്ണ ഇവിടെ അടുത്തായിട്ട് മില്ലിലാട്ടി തന്നെ വെളിച്ചെണ്ണ കേട്ടോ. 1 കിലോ വെളിച്ചെണ്ണ 600 രൂപ. പൈസ അതിന് ആ വെളിച്ചെണ്ണ വിലയ്ക്ക് മാത്രം കുറവേ വരുന്നില്ല. നാട്ടിൽ ഞാൻ അമ്മയ്ക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ നാട്ടിലാണെങ്കിൽ 360-370 രൂപയേ ഉള്ളൂ 1 കിലോ വെളിച്ചെണ്ണ. അവിടെ ഇതേപോലെ മില്ലിൽ അവർ കൊപ്ര ആട്ടിയിട്ട് തരുന്ന വെളിച്ചെണ്ണ. പക്ഷെ അത് നല്ല പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണ ഇല്ലെന്നല്ല, പക്ഷെ 600 രൂപയാണ് 1 കിലോ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ സാധനത്തിനും ഭയങ്കര വില. പൂവ് ഓരോരുത്തർക്ക് ചോദിക്കുമ്പോൾ 1/4 കിലോ 50 പറയും, ഓരോരുത്തരടുത്ത് 1/4 കിലോ 40 പറയും. അങ്ങനെ പല റേറ്റാണ്. അങ്ങനെ പിന്നെ നോക്കിയിട്ട് 2-3 ഇടത്തൊക്കെ പോയി നോക്കിയമിച്ച് വില കുറഞ്ഞെടുത്ത് നോക്കിയമിച്ച് മേടിച്ചു. ഇത് ഞാൻ 1/4 kg 40 രൂപ, അങ്ങനെ 1/2 കിലോ മേടിച്ചു 80 രൂപ. ഇത് 3 എണ്ണം 80 രൂപ വെച്ചിട്ട് 1/2 കിലോ മേടിച്ചു. ഇത് ഒരെണ്ണം മാത്രം 1/2 കിലോ 50 രൂപയ്ക്ക് കിട്ടി. അങ്ങനെ 4 കളർ പൂവ് മേടിച്ചുകൊണ്ട് അകത്ത് കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, പിന്നെ സദ്യക്ക് മെയിൻ ഇല വേണമല്ലോ. അങ്ങനെ ഇല മേടിച്ചു. ഇല 8 രൂപ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഉത്രാടത്തിന്റെ തലേന്നത്തെ വിശേഷങ്ങൾ. ഞാൻ സത്യം പറഞ്ഞു ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഇനിയും ചെയ്യണോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ രാത്രി കുറച്ചൊന്ന് അരിഞ്ഞെടുത്തൊക്കെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുറച്ച് എളുപ്പമാവുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു. എത്രത്തോളം പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചാൽ കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് തിരികെ എല്ലാം വെക്കുവാണെങ്കിൽ രാവിലെ കുറച്ച് പണി വേഗമാവും. ഇന്ന് ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അതിൻ്റെ തിരക്കിലായിപ്പോയി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ കടയിൽ പോയി സാധനം വാങ്ങാൻ പോയി, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് ഉത്രാടത്തിന്റെ തലേ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ നാളെ തിരുവോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ അപ്പോൾ വൈകുന്നേരത്തെ ചെറിയൊരു വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഉത്തരാടത്തിനെല്ലാം ഭയങ്കര തിരക്കിലായിരിക്കും എന്നറിയാം. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നാളെ രാവിലെ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, സീ യു.